നമുക്കിപ്പം മൈസൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരുമ്പം പല റൂട്ടുകളുണ്ട്. അതിൽ ഒരു റൂട്ടാണ് ഹിൽസ് അല്ലെങ്കിൽ മലൈ മഹേശ്വര എന്നുള്ളൊരു റോഡ്. അതിപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ളവർക്കായാലും നമുക്ക് ഹിൽസിലേക്ക് വരണമെങ്കിൽ മൈസൂർ വന്നിട്ട് മൈസൂരിൽ നിന്ന് റിംഗ് റോഡിൽ കയറി നരസീപുര റോഡിലേക്ക് കയറുക. നരസീപുര റോഡിലേക്ക് കയറിയിട്ട് നേരെ പോകുമ്പോൾ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലൊരു വരുണ ലേക്ക് എന്നൊക്കെ പറഞ്ഞൊരു അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ കൊള്ളേകാൽ വഴി ഹൊഗനേക്കൽ പോകേണ്ട വഴിയാണ് നമ്മൾ പോയത്. അപ്പോൾ കൊള്ളേകാൽ കയറി കുറേ പോയിട്ടാണ് നമ്മൾ ഹിൽസിൻ്റെ അവിടെ എത്തിയത്. ഹിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചാമരാജനഗർ എന്നൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് കർണാടകയിൽ, അവിടെയാണ് ഇത് വരുന്നത്. അപ്പം അവിടെ നിന്ന് പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. തമിഴ്നാട്ടിൽ ഒരു റിസർവ് ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറും. തന്തൈ പെരിയാർ റിസർവ് ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് സേലം ഡിസ്ട്രിക്റ്റ് ആണോ എന്നെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടുന്ന് പിന്നെ നമ്മൾ പോയത് നേരെ മേട്ടൂർ ഡാമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങനെയാണ്. അതായത് ഹിൽസിൽ നിന്ന് പിന്നെ നമ്മൾ മേട്ടൂർ ഡാം പോയായിരുന്നു. മേട്ടൂർ ഡാം ആക്ച്വലി വലിയൊരു ഡാമാണ്. 16 ഷട്ടറൊക്കെ ഉള്ളൊരു വലിയൊരു ഡാമാണ്. അവിടെ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പം ഒട്ടും വെള്ളമില്ല. പിന്നെ അതുവഴി നമ്മൾ NH-44 ഇറങ്ങി അവിടെ നിന്ന് കരൂർ, അങ്ങനെ ദിണ്ടിഗൽ എത്തിയായിരുന്നു. ഈ റൂട്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ നോക്കാം എന്നേ ഉള്ളൂ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പം മൈസൂരിൽ നിന്ന് വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ബണ്ടിപ്പൂർ വഴി അങ്ങനെ പോവാം. ബണ്ടിപ്പൂർ, മുതുമലൈ, ഗുഡലൂർ അങ്ങനെ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദിമ്പം വഴി സത്യമംഗലം അങ്ങനെ ഇറങ്ങാം. ദിമ്പം വഴി പോകുന്നതാണ് കുറച്ചുകൂടെ ഷോർട്ടസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് NH-44 ഇറങ്ങി പോവാം. ഈ ഹിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചേഞ്ചിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് പോകാമെന്നേ ഉള്ളൂ. ഡിസ്റ്റൻസ് വളരെ കൂടുതൽ തന്നെയാണ്. പിന്നെ ഹിൽസിലൊരു 27 ഹെയർ പിൻ കർവൊക്കെ ഉണ്ട്. ആ വീഡിയോസൊക്കെ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്.
എം ഹിൽസ് ആക്ച്വലി അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ടെമ്പിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകളെ കണ്ടായിരുന്നു. ഈ മലൈ മഹാദേശ്വര ടെമ്പിൾ ആക്ച്വലി ഇതല്ല, ഇത് അതിന് മുകളിൽ കയറി പോകണം. ഒരുപാട് മുകളിൽ പോയിട്ടാണ് ആ ടെമ്പിൾ വരുന്നത്. മലയുടെ മുകളിലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഹൊഗനിക്കൽ വാട്ടർഫോൾസിൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അത് ഈ ഹിൽസ് എല്ലാം കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇടത്തോട്ട് തിരിഞ്ഞ് പോകേണ്ടത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഹിൽസ് കയറിയതിൽ ആക്ച്വലി ഈ ഒരു പോയിൻ്റ് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മളെ വണ്ടി ഓപ്പോസിറ്റ് ഒരുപാട് വണ്ടി ഇങ്ങനെ വരും. പിന്നെ ആ ഭാഗത്ത് വിട്ടൊരല്പം കുറവാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ബസ് ഇറങ്ങി വന്നത്. അതിന് ഒരുപാട് സ്ഥലം വേണ്ടി വരും. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടെങ്ങാനും കയറിയിരുന്നെങ്കിൽ നമ്മുടെ വണ്ടി കയറി തട്ടിയാനായിരുന്നു. താഴോട്ട് വരുന്ന വണ്ടിയിൽ മിക്കവാറും ഹോൺ അടിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി കയറാനായിട്ട്. ഈ മുകളിലോട്ട് കയറുന്ന വഴിക്ക് തന്നെ സൈഡിലിങ്ങനെ പടിയുണ്ട്. അതായത് ചിലവരൊക്കെ ടെമ്പിളിൽ നടന്ന് കയറുന്നവരുണ്ട്. അവർക്ക് താഴേന്ന് നടന്ന് കയറാനായിട്ട് പടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പടികളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏതാണ്ട് ആ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയായിരുന്നു. ഇവിടെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ റെസ്റ്റ് ഹൗസും പിന്നെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി കൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ പൈസ കൊടുത്തിട്ട് വേണം അവിടെ കയറാനായിട്ട്. ഇൻ കേസ് ടെമ്പിളിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം ടെമ്പിളിൽ കയറുന്നില്ല, താഴോട്ട് കേരളത്തിലേക്ക് പോകാനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. കാരണം എൻട്രിക്കുള്ള ടിക്കറ്റ് അവർ വഴിയിൽ നിന്നാണ് വാങ്ങുന്നത്.
ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ടെമ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറക്കമാണ്. ഇവിടുന്ന് ലെഫ്റ്റാണ് ഹൊഗനിക്കൽ വാട്ടർഫോൾസ് പോകുന്നത്. ഇനി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയി കയറും. ഈ കാണുന്നത് തമിഴ്നാട് ബോർഡറാണ് കേട്ടോ. അവിടെ എൻട്രിക്ക് ഫീസൊന്നുമില്ല, ജസ്റ്റ് വണ്ടി ചെക്ക് ചെയ്തിട്ട് വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തന്തൈ പെരിയാർ ടൈഗർ റിസർവിലേക്ക് കയറുകയാണ്. പിന്നെ അടുത്തൊരു ഫോറസ്റ്റാണ്. ഇത്രയും ഫോറസ്റ്റിലേക്ക് കയറി ഇറങ്ങിയെങ്കിലും ആനിമൽ സൈറ്റിംഗ് ആയിട്ടൊന്നും കിട്ടിയില്ല. അത് ഉച്ച സമയത്തായിരുന്നു, അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം മേട്ടൂർ ഡാമിൻ്റെ അവിടെ എത്തി കേട്ടോ. മേട്ടൂർ ഡാമിൻ്റെ ഒരു സൈഡാണിത്. ഇവിടെ നമ്മൾ മേട്ടൂർ ഡാമിൽ പണ്ട് കയറിയിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം കയറാനും പോയില്ല. വലിയൊരു ഡാമാണ്. വൺസെങ്കിലും അത് കണ്ടിരിക്കണം. ഈ വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഈ മേട്ടൂർ ഡാമിന് അടുത്ത് തന്നെ ഒരുപാട് തെർമൽ പവർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് തെർമൽ പവർ പ്ലാന്റ്സ്.
ഇത് തെർമൽ പവർ പ്ലാന്റിൻ്റെ അവിടെയുള്ള എൻട്രിയാണ്. നമ്മളിപ്പം തെർമൽ പവർ പ്ലാന്റിൻ്റെ വളരെ അടുത്തൂടെ അങ്ങ് പോവുകയാണ്. മേട്ടൂർ ഡാമിൻ്റെ മറ്റൊരു സൈഡിലെത്തിയായിരുന്നു. എന്നിട്ട് അവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് ആക്ച്വലി, പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ എന്തോ ശരിക്കും ഡാമിൻ്റെ സ്പിൽവേയുടെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ് കാണില്ലേ, ആ ബ്രിഡ്ജിൽ കൂടെ നടക്കാനുള്ളൊരു വഴിയാണ്, പക്ഷെ അതവിടെ എൻട്രി ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡാമിൻ്റെ വേറൊരു സൈഡാണ്. Turn right onto Mettur RS Pulampatti Road. Continue on Mettur RS Pulampatti Road for 15 kilometers. നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ മേട്ടൂർ ഡാം വഴി പോകുമ്പം നേരെ പോയി കരൂർ കയറാനായിരിക്കും കാണിക്കുന്നത്. കരൂറും അല്ല, കരൂരില്ല കഴിഞ്ഞിട്ട് NH44 കയറുന്ന ഒരു റൂട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അത് നാരോ റോഡാണെങ്കിലും നല്ലൊരു ഒരു റൂട്ടാണ്. അതായത് രണ്ട് സൈഡും ഫാമിംഗ് ഒക്കെയാണ്, ഷുഗർ കെയിൻ ഫാമൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ ആ റൂട്ട് തന്നെ കണ്ട ഒരു വലിയൊരു മലയും അതിന് മുകളിലൊരു ടെമ്പിളുണ്ട്. അത് ഏത് ടെമ്പിളാണെന്ന് അറിയത്തില്ല. തിരുച്ചെങ്കോടെ പരമതി വേലൂർ റോഡ്. അങ്ങനെ നമ്മൾ NH44 പോയി കയറിയായിരുന്നു. കരൂരെല്ലാം കഴിഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോയി കയറിയത്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഡിണ്ടിഗലിലാണ് പോയത്. കാരണം ഡിണ്ടിഗലൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഡിണ്ടിഗലെത്തി. ഡിണ്ടിഗലിൽ നമ്മൾ സ്റ്റേ ചെയ്ത് വിവേര ഗ്രാൻഡ് എന്നുള്ളൊരു ഹോട്ടലിലാണ്. അപ്പോൾ വിവേര ഗ്രാൻഡിൻ്റെ വിശേഷങ്ങൾ ഞാൻ ആക്ച്വലി വേറെ കുറച്ച് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ.